തുടക്കത്തിൽ കാണുന്നത് തിരക്കേറിയ മുംബൈ നഗരമാണ്. നമ്മുടെ നായികയായ പ്രഭ അവിടെ ഒരു ഹോസ്പിറ്റലിൽ നഴ്സാണ്. ആ ഹോസ്പിറ്റലിൽ തന്നെ ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യുന്ന പാർവതി പ്രഭയുടെ അടുത്ത സുഹൃത്തുമാണ്. എന്നാൽ ഇപ്പോൾ പാർവതി വലിയൊരു പ്രശ്നത്തിലാണ്. അവർ താമസിക്കുന്ന ഫ്ലാറ്റ് കുറച്ച് ഗുണ്ടകൾ വന്ന് കയ്യേറാൻ ശ്രമിക്കുകയാണ്. പ്രഭ തന്റെ ഫ്രണ്ട്സിനെ അറിയുന്ന ഒരു അഡ്വക്കേറ്റിന്റെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് നീ ഫീസ് ഒന്നും കൊടുക്കണ്ടെന്നാണ് പറഞ്ഞത്, നമുക്ക് അവരെ പോയി കാണാമെന്ന് പറഞ്ഞു. എന്നാൽ പാർവതിക്ക് അതിൽ ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. കാരണം അവരുടെ കയ്യിൽ അത് തങ്ങളുടേതാണെന്ന് കാണിക്കാനുള്ള ഒരു ഡോക്യുമെന്റ്സും ഇല്ലായിരുന്നു. പ്രഭയുടെ റൂംമേറ്റാണ് അനു. അവളും ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ജോലിക്കിടെ അനുവിന്റെ ബോയ് ഫ്രണ്ട് ചാറ്റ് ചെയ്യുന്നുണ്ട്. ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് അനു പ്രഭയോട് യാത്ര പറഞ്ഞു പോകുകയാണ്. തിരക്കുള്ളത് കൊണ്ട് പ്രഭ ലേറ്റ് ആകും. അങ്ങനെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് പ്രഭ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാനൊരുങ്ങി. പെട്ടെന്ന് ആ ഹോസ്പിറ്റലിലെ തന്നെ ഡോക്ടറായ മനോജും ഡ്യൂട്ടി കഴിഞ്ഞ് അവളുടെ കൂടെ ഇറങ്ങി. ഹിന്ദി തനിക്ക് വലിയൊരു പ്രശ്നമാണെന്നും അതുകൊണ്ട് പേഷ്യൻസിനോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെന്നും മനോജ് പ്രഭയോട് പറഞ്ഞു. ശേഷം പോകാൻ നേരം മനോജ് തന്റെ പോക്കറ്റിൽ നിന്നും ഒരു കുഞ്ഞ് ഹാൻഡ് ബുക്ക് പ്രഭയ്ക്ക് കൊടുത്തിട്ട് ഇത് ഞാൻ എഴുതിയ ഒരു കവിതയാണ്, അടുത്ത ആഴ്ച മാഗസിനിൽ പബ്ലിഷ് ചെയ്യാനുള്ളതാണ്, റൂമിൽ ചെന്നിട്ട് വായിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. പ്രഭ അതും വാങ്ങി ഫ്ലാറ്റിലേക്ക് പോയി. അവിടെ ഫ്ലാറ്റിൽ പ്രഭയും അനുവും വളർത്തുന്ന ഒരു പൂച്ചയുണ്ട്. പ്രഭ വന്ന് കുറെ കഴിഞ്ഞ ശേഷമാണ് അനു ഫ്ലാറ്റിലേക്ക് വന്നത്. നീ എനിക്ക് മുൻപ് ഇറങ്ങിയതല്ലേ, ഇത്രയും നേരം എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ അനു ഞാൻ എന്റെ കസിനെ കാണാൻ പോയതാണെന്ന് കള്ളം പറഞ്ഞു. സത്യത്തിൽ അനു അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ കറങ്ങാൻ പോയതായിരുന്നു. ശേഷം അനുപ്രഭയോട് തന്റെ ഈ മാസത്തെ റെന്റ് കൂടെ അഡ്ജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഇത് കറക്കവും ചിലവും ഒക്കെ കൂടുന്നുണ്ട്, ഈ മാസത്തെ ഞാൻ കൊടുക്കാം, പക്ഷെ അടുത്ത മാസം മുതൽ പറ്റില്ല എന്ന് പ്രഭ അനുവിനോട് പറഞ്ഞു. അത് കേട്ടതും അനു ഹാപ്പിയായി. പെട്ടെന്ന് അവർക്കൊരു കൊറിയർ വന്നു. പ്രഭയ്ക്കുള്ളതായിരുന്നു അത്, പക്ഷെ ആരാണ് അയച്ചതെന്ന് അതിലില്ലായിരുന്നു. അങ്ങനെ അവർ ആ ബോക്സ് തുറന്നു. അതിലൊരു ഇലക്ട്രിക് റൈസ് കുക്കർ ആയിരുന്നു. ആരാണ് തനിക്ക് അയച്ചതെന്ന് പ്രഭയ്ക്ക് ഒരു പിടിയുമില്ല. അതിന്റെ അടിയിൽ മെയ്ഡ് ഇൻ ജർമ്മനി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോഴാണ് പ്രഭയ്ക്ക് മനസ്സിലായത് തന്റെ ഭർത്താവായിരിക്കും അയച്ചതെന്ന്. എന്നാൽ അവൾ അത്ര ഹാപ്പി ആയിരുന്നില്ല. രാത്രി അനു ഉറങ്ങിയ ശേഷം പ്രഭ എഴുന്നേറ്റ് തന്റെ ബാഗ് തുറന്ന് ഡോക്ടർ കൊടുത്ത ഹാൻഡ് ബുക്ക് എടുത്ത് വായിച്ചു. അതിൽ ഡോക്ടർ മനോജ് അവളോടുള്ള പ്രണയം പറയാതെ പറഞ്ഞു. അടുത്ത ദിവസം ഡ്യൂട്ടിക്കിടെ മറ്റൊരു നഴ്സ് പ്രഭയോട് അനുവിന്റെ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞു. ഇവിടുത്തെ മറ്റ് സിസ്റ്റേഴ്സൊക്കെ പറയുന്നത് അനുവിന് ഒരു മുസ്ലിം പയ്യനുമായി പ്രണയത്തിലാണ് എന്നൊക്കെയാണ്. എന്നാൽ പ്രഭ അനുവിനെ ന്യായീകരിച്ച് സംസാരിച്ചു. അവൾ അങ്ങനത്തെ കുട്ടിയൊന്നുമല്ല എന്ന് പ്രഭ പറഞ്ഞു. ഇന്നും ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ അനു ഷിയാസുമായി കറങ്ങാൻ പോയിട്ടാണ് റൂമിലെത്തിയത്. രാത്രിയായപ്പോൾ മഴ കാരണം ജനലുകൾ കൂട്ടിയടിക്കാൻ തുടങ്ങിയപ്പോൾ പ്രഭ എഴുന്നേറ്റ് വന്ന് അത് അടച്ചു. ശേഷം ജനലിൽ കൂടി അകത്തേക്ക് വീണ വെള്ളമൊക്കെ അവൾ തുടയ്ക്കുകയാണ്. അപ്പോഴാണ് കട്ടിലിന്റെ അടിയിൽ അവളുടെ ഹസ്ബൻഡ് കൊടുത്തുവിട്ട റൈസ് കുക്കർ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പതുക്കെ അവൾ അതെടുത്ത് അയാളെന്ന പോലെ വാരി പുണർന്നു. അടുത്ത ദിവസം ബസ്സിൽ വെച്ച് പ്രഭ തനിക്ക് ഹസ്ബൻഡ് ജർമ്മനിയിൽ നിന്ന് അയച്ച റൈസ് കുക്കറിന്റെ കാര്യം പാർവതിയോട് പറഞ്ഞു. അവസാനം എപ്പോഴാണ് അയാൾ ഫോൺ ചെയ്തതെന്ന് പാർവതി പ്രഭയോട് ചോദിച്ചു. ഏതാണ്ട് 1 വർഷം മുൻപ്. അല്ലേലും അവരങ്ങനെ വിദേശത്ത് പോയാൽ സ്വന്തം നാട്ടിലുള്ളത് എല്ലാം മറക്കും. പ്രഭ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ശേഷം പാർവതി പ്രഭയോട് ഹസ്ബൻഡിനെ ഒന്നും കൂടി വിളിച്ചു നോക്കാൻ പറഞ്ഞു. പ്രഭ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ശേഷം പ്രഭയും പാർവതിയും പാർവതിയുടെ ഫ്ലാറ്റിന്റെ കാര്യത്തിന് അഡ്വക്കേറ്റിനെ കാണാൻ പോയി. എന്നാൽ പാർവതിയുടെ കയ്യിൽ വേണ്ട തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അഡ്വക്കേറ്റും കൈയൊഴിഞ്ഞു. അന്ന് രാത്രി പാർവതിയും പ്രഭയും എന്തെങ്കിലും പേപ്പേഴ്സ് ഉണ്ടോ എന്ന് തിരഞ്ഞെങ്കിലും ഒരു തെളിവും കിട്ടിയില്ല. ഇതേ സമയം അനു ഷിയാസുമായി കറങ്ങി നടക്കുവാണ്. അനുവിന്റെ വീട്ടിൽ നിന്ന് നിരന്തരമായി കല്യാണാലോചനകൾ വരുന്നുണ്ട്. എന്നാൽ ഷിയാസും അനുവും അവൾക്ക് അമ്മ അയച്ചു കൊടുത്ത പയ്യന്മാരുടെ ഫോട്ടോ നോക്കി കളിയാക്കി ചിരിക്കുകയാണ്. ആരും കാണാത്ത ഇരട്ടത്തിരുന്ന് അവർ പരസ്പരം കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും റൊമാൻസ് കൈമാറി. എന്നാൽ അതിനിടയ്ക്ക് ശകുനിയായി വന്ന മഴയെ അവർക്കൊരു ശല്യമായി തന്നെ തോന്നി. അന്ന് രാത്രി പ്രഭ പാർവതി പറഞ്ഞത് കേട്ട് തന്റെ ഹസ്ബൻഡിനെ വിളിക്കാൻ ഫോൺ എടുത്തു. എന്നാൽ കോൾ പോലും പോകുന്നില്ലായിരുന്നു. പ്രഭയ്ക്ക് നല്ല നിരാശ തോന്നി. അടുത്ത ദിവസം അനുവും പ്രഭയും വളർത്തുന്ന പൂച്ച ഗർഭിണിയായതുകൊണ്ട് അതിന്റെ വയറ്റിൽ എത്ര കുട്ടികളുണ്ടെന്ന് അറിയാൻ അവർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. മനോജ് സ്കാൻ ചെയ്ത ശേഷം 4 കുട്ടികളെന്ന് പറഞ്ഞു. എന്നാൽ മനോജിന് പൂച്ചയെ നല്ല പേടിയായിരുന്നു. പേടി മാറാനായി അനു മനോജിന്റെ കൈ പിടിച്ച് പേടിക്കേണ്ട, അതൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് പൂച്ചയുടെ വയറ്റിൽ വെച്ചു. ഇതൊന്നും പ്രഭയ്ക്ക് അത്ര രസിച്ചില്ല. അവിടെ നിന്ന് ഇറങ്ങിയ പ്രഭ അനുവിനോട് നീ എന്താ അനു അവിടെ കാണിച്ചു കൂട്ടിയത്, എന്തിനാ ഡോക്ടർമാരുടെ അടുത്ത് ഇങ്ങനെ കൊഞ്ചിക്കുഴിയുന്നേ, നിന്നെ പറ്റി ഇവിടെ എല്ലാവർക്കും വളരെ മോശം അഭിപ്രായമാണ് എന്നും പറഞ്ഞ് പൂച്ചയെയും കൊണ്ട് പ്രഭ ദേഷ്യപ്പെട്ടു പോയി. അനുവിന് അത് നല്ല ഫീലായി. ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ അനുവും ഷിയാസും എന്നത്തെയും പോലെ കറങ്ങി നടക്കുവാണ്. അവളുടെ മൂഡ് ശരിയല്ലെന്ന് മനസ്സിലാക്കിയ ഷിയാസ് അവളോട് നിന്റെ മൂഡ് ശരിയാക്കാൻ ഞാനൊരു കാര്യം പറയട്ടെ, നാളെ എന്റെ വീട്ടിലുള്ളവർ കല്യാണത്തിന് പോവുകയാണ്, നാളെ നീ എന്റെ വീട്ടിലേക്ക് വരണം, ആരും കാണാതെ ഇരിക്കാൻ പർദ്ദയിട്ട് വന്നാൽ മതി. അനുവും ഹാപ്പിയായി. റൂമിലെത്തിയ അനുവിനോട് പ്രഭ ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന സംഭവത്തിന് മാപ്പ് പറഞ്ഞു. ആ പിണക്കത്തിന് അത്ര ഐസേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ അനു പ്രഭയോട് ചേച്ചിക്ക് കല്യാണത്തിന് മുമ്പ് നിങ്ങളുടെ ഭർത്താവിനെ അറിയുമായിരുന്നോ എന്ന് ചോദിച്ചു. തീരെ അറിയില്ലായിരുന്നു. അച്ഛൻ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. വീട്ടിലെത്തിയപ്പോഴേക്കും കല്യാണം ഉറപ്പിച്ചിരുന്നു. പിന്നെ അയാൾക്ക് അധികം ലീവും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഒന്ന് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല.
കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അയാൾ ജർമ്മനിയിലേക്ക് പോയി. ആദ്യമൊക്കെ എപ്പോഴും വിളിക്കുമായിരുന്നു, പിന്നീട് സംസാരമൊക്കെ കുറഞ്ഞു. വളരെ വിഷമത്തോടെ പ്രഭ അത് പറഞ്ഞ് അവസാനിപ്പിച്ചു. അടുത്ത ദിവസം പാർവതി പ്രഭയോട് താൻ ഗ്രാമത്തിലേക്ക് തിരികെ പോകുന്ന കാര്യം പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് നിരാശപ്പെടുന്നത്, നമുക്ക് മറ്റെന്തെങ്കിലും വഴി നോക്കാമെന്ന് പ്രഭ പറഞ്ഞെങ്കിലും പാർവതി അതിനൊന്നും മെനക്കെട്ടില്ല. പാർവതി പറഞ്ഞത്, എനിക്ക് മതിയെ, നാട്ടിലെ ഒരു ഹോസ്റ്റലിൽ കുക്കായിട്ട് എനിക്ക് ജോലി ശരിയായിട്ടുണ്ട്. നാട്ടിൽ എനിക്ക് സ്വന്തമായി വീടെങ്കിലും ഉണ്ടാകുമല്ലോ. ഇവിടെ എൻ്റെ ഭർത്താവും മരിച്ചു, ആകെയുള്ള കിടപ്പാടവും പോയി. നമ്മുടെ അനു ഷിയാസ് പറഞ്ഞതനുസരിച്ച് പർദ്ദ വാങ്ങാനായി പോയി. പർദ്ദയൊക്കെ വാങ്ങിയിട്ട് അനു ഷിയാസിനെ കാണാൻ ട്രെയിൻ കയറിയത്. ഷിയാസ് വിളിച്ചിട്ട് വീട്ടിൽ ആരും കല്യാണത്തിന് പോയില്ല, തൽക്കാലം അങ്ങോട്ടേക്ക് വരട്ടെ എന്ന് പറഞ്ഞു. ഇത് കേട്ട അനുവിന് നല്ല നിരാശ തോന്നി. എങ്കിലും വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവൾ തിരികെ ഫ്ലാറ്റിലേക്ക് തന്നെ പോയി. അടുത്ത ദിവസം പാർവതി മുംബൈ നഗരത്തിലെ ജീവിതം ഉപേക്ഷിച്ച് നാട്ടിൽ പോകാൻ നിൽക്കുകയാണ്. അന്ന് രാത്രി പ്രഭയും പാർവതിയും ഒരുമിച്ച് ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ച ശേഷം സങ്കടങ്ങളൊക്കെ പങ്കുവെച്ചു. പാർവതി പോകുന്നതിൽ പ്രഭയ്ക്ക് നല്ല സങ്കടമുണ്ട്. ശേഷം തിരികെ പോകാൻ നേരം മനോജ് ഡോക്ടറിനെ അവർ കണ്ടു. മനോജിന് പ്രഭയോട് എന്തോ പറയാനുണ്ടെന്ന് മനസ്സിലാക്കിയ പാർവതി പ്രഭയോട് യാത്ര പറഞ്ഞു പോയി. ശേഷം പ്രഭയും മനോജും അവിടുത്തെ പാർക്കിൽ പോയി കാര്യം പറയുകയാണ്. അയാൾ തന്റെ മനസ്സിലുള്ള പ്രഭയോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞു. താൻ മാരീഡ് ആണെന്ന് പ്രഭ പറഞ്ഞെങ്കിലും അവളുടെ കാര്യങ്ങളെല്ലാം അറിയുന്ന മനോജ് അവളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിന്നു. പക്ഷെ കൃത്യമായ ഒരു മറുപടി കൊടുക്കാതെ പ്രഭ അവിടെ നിന്നും പോയി. അടുത്ത ദിവസം പാർവതിയുടെ കൂടെ നാട്ടിലേക്ക് പ്രഭയും അനുവും പോവുകയാണ്. വീട്ടിലെത്തിയ അവർ അവിടെയൊക്കെ വൃത്തിയാക്കാൻ പാർവതിയെ സഹായിച്ചു. കുറച്ച് സൗകര്യങ്ങൾ മാത്രമുള്ള മനോഹരമായ ഒരു കൊച്ചു വീട്. അവിടൊക്കെ വൃത്തിയാക്കുന്നതിനിടയ്ക്ക് പാർവതിയുടെ ബാഗിൽ നിന്ന് അനുവിനൊരു മദ്യക്കുപ്പി കിട്ടി. അവൾ അതും എടുത്ത് പാർവതിയുടെ അടുത്ത് പോയി നല്ലതാണോ എന്ന് ചോദിച്ചതും പാർവതി അതിൽ നിന്ന് കുറച്ച് കുടിച്ചു നോക്കിയിട്ട് വളരെ നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ 3 പേരും അത് കുടിച്ച് കാലിയാക്കി. ശേഷം 3 പേരും തൊട്ടടുത്തുള്ള കടപ്പുറത്തേക്ക് പോയി. അവിടെ വെച്ച് അനു പ്രഭയോട്, എനിക്ക് വീട്ടിൽ നിന്ന് പ്രപ്പോസൽസ് ഒക്കെ വരുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ എനിക്ക് കല്യാണമൊന്നും വേണ്ട, എവിടേക്കെങ്കിലും ഓടിപ്പോയാലോ എന്ന് ചോദിച്ചു. എന്നാൽ പ്രഭ, അതൊന്നും വേണ്ടനു, എല്ലാം നിന്റെ തലയിലെഴുത്ത് പോലെ ഇരിക്കുമെന്നും പറഞ്ഞു. പ്രഭയുടെ ആ മറുപടി അനുവിന് തൃപ്തികരമല്ലായിരുന്നു. ശേഷം 3 പേരും തിരമാലയിലൊക്കെ കളിക്കുകയാണ്. ഇതിനിടയ്ക്ക് അനു, ഞാൻ ക്ഷീണിച്ചു, കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വരാമെന്നും പറഞ്ഞു പോയി. കുറച്ച് കഴിഞ്ഞ് പ്രഭയ്ക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നിയപ്പോൾ അവൾ തൊട്ടടുത്തുള്ള ഒരു കാടിന്റെ ഉള്ളിലേക്ക് പോയി. എന്തോ സൗണ്ട് കേട്ട് അവൾ അങ്ങോട്ടേക്ക് പോയി നോക്കിയതും അവിടെ അനുവും ഷിയാസും റൊമാൻറ്റിക് മൂഡിൽ നിൽക്കുവാണ്. ഇത് കണ്ട പ്രഭയ്ക്ക് ദേഷ്യം വന്നെങ്കിലും ഒന്നും മിണ്ടാതെ തിരികെ വന്നു. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നതിനിടയ്ക്ക് പ്രഭ, ഞങ്ങൾ ഇപ്പോൾ തന്നെ തിരികെ മുംബൈയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അനുവിനെയും ഷിയാസിനെയും കണ്ട ദേഷ്യത്തിലാണ് പ്രഭ അങ്ങനെ പറഞ്ഞത്. എന്നാൽ പാർവതി, നിങ്ങൾ നാളത്തേക്കല്ലേ ടിക്കറ്റ് എടുത്തത്, നാളെ പോയാൽ മതി എന്ന് പറഞ്ഞ് യാത്ര ഒഴിവാക്കി. അടുത്ത ദിവസം രാവിലെ പ്രഭയും പാർവതിയും ഉറക്കത്തിലാണെന്ന് കരുതി അനു ഷിയാസിനെ കാണാൻ പുറത്തേക്ക് പോയി. പക്ഷേ പ്രഭ ഉണർന്നു കിടക്കുമായിരുന്നു. പ്രഭ അനു പോയത് കണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ കിടന്നു. അനുവും ഷിയാസും അവിടെ കുറച്ച് ഉള്ളിൽ ഒരു ഗുഹ പോലുള്ള സ്ഥലത്തേക്ക് പോയി. അതിനുള്ളിൽ മനോഹരമായ കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ വെച്ച് തന്നെ അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഇവിടെ കടൽ തീരത്തിരുന്ന പ്രഭ അവിടെ പെട്ടെന്ന് ഒരു ആൾക്കൂട്ടം കണ്ടു. അവളും അങ്ങോട്ടേക്ക് പോയി. അവിടെ ഒരാൾ ബോധമില്ലാതെ കിടക്കുകയാണ്. അവൾ അയാൾക്ക് പെട്ടെന്ന് തന്നെ CPR ഒക്കെ കൊടുത്തു. അവിടെ ഉള്ളവർക്ക് അയാൾ ആരാണെന്ന് പോലും അറിയില്ലായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അയാൾക്ക് ബോധം വന്നു. അയാളെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പ്രഭ പറഞ്ഞെങ്കിലും അവിടെ അടുത്തൊന്നും ഹോസ്പിറ്റലില്ലായിരുന്നു. അയാളെ അവിടെയുള്ള ഒരു വീട്ടിൽ കൊണ്ടുപോയി കിടത്തി. പ്രഭ അയാളുടെ കാലിലെ മുറിവുകളെല്ലാം തുടച്ചെടുത്തു. ഇതിനിടയിൽ ബോധം വന്ന അയാൾ പ്രഭയോട്, ഞാൻ എത്ര നേരം ഉറങ്ങി, എനിക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന സ്ത്രീ പ്രഭയെയും അയാളെയും ഭാര്യയും ഭർത്താവും എന്ന് തെറ്റിദ്ധരിച്ച് അയാൾക്ക് ഫുഡ് കൊടുക്കുവാനും ഒക്കെ പറഞ്ഞു. അവർ പോയ ശേഷം അയാൾ എഴുന്നേറ്റ് കട്ടിലിലിരുന്നു. പ്രഭ അവർ കൊണ്ടുവന്ന ഫുഡ് അയാൾക്ക് കൊടുത്തു. അയാൾ എങ്ങനെയാണ് കരക്കടിഞ്ഞതെന്നോ അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്നോ ഒന്നും ഓർമ്മയില്ലായിരുന്നു. അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിട്ട് പ്രഭ അയാളോട് പറഞ്ഞു, ഇത്രയും കാലം കൊണ്ട് നിങ്ങൾ ഒത്തിരി മാറിപ്പോയി. കാര്യം മനസ്സിലായ അയാൾ അവളോട് പറഞ്ഞു, ഫാക്ടറിക്ക് ഉള്ളിൽ പെട്ടാൽ രാത്രിയോ പകലോ ആണോ എന്ന് പോലും അറിയില്ല, ചിലപ്പോൾ ദിവസങ്ങൾ വേണ്ടിവരും പുറത്തിറങ്ങാൻ. ഇത് കേട്ട് അവൾ അയാളുടെ അടുത്തേക്ക് വന്നിരുന്നു. ഇരുട്ടത്തായിരുന്നപ്പോൾ വെളിച്ചം സങ്കല്പിക്കാൻ നോക്കിയാലും സാധിക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ നിന്നെ ഓർക്കും. പ്രഭയോട് അയാൾ തന്റെ കൂടെ ചെല്ലുമോ എന്ന് ചോദിച്ചു. ഞാൻ പഴയതുപോലെ ആകില്ല, ഉറപ്പ്. ശേഷം അയാൾ അവളുടെ കയ്യിൽ ഉമ്മ വെച്ചു. ഈ സമയം പ്രഭയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എന്നാൽ പ്രഭ അയാളോട് പറഞ്ഞത്, എനിക്ക് ഇനി നിങ്ങളെ ഒരിക്കലും കാണണ്ട എന്നാണ്. സത്യത്തിൽ അയാൾ പ്രഭയുടെ ഭർത്താവായിരുന്നു. ശേഷം പ്രഭയും അനുവും പാർവതിയും കടൽ തീരത്തേക്ക് വന്നു. പ്രഭ അനുവിനോട്, ആ പയ്യൻ എന്തി എന്ന് ചോദിച്ചു. അനു ആകട്ടെ അത്ഭുതപ്പെട്ട് ഏത് പയ്യൻ എന്ന് പ്രഭയോട് ചോദിച്ചു. നിന്റെ കൂടെ ഒരുത്തൻ വന്നില്ലായിരുന്നു. പ്രഭ ചിരിച്ചുകൊണ്ട്, സാരമില്ല, നീ അവനെ ഇങ്ങോട്ടേക്ക് വിളിക്കുകയെന്ന് പറഞ്ഞു. അനു ഷിയാസിനെ പാർവതിക്കും പ്രഭയ്ക്കും പരിചയപ്പെടുത്തി. അങ്ങനെ അവർ ആ കടൽ തീരത്ത് മനോഹരമായി തിളങ്ങി നിൽക്കുന്ന ഒരു കടയിൽ നിന്ന് സൊറ പറഞ്ഞിരിക്കുകയാണ് അവർ.